ദൈവത്തിന് മഹത്വം. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ രാജവീതിക്കകത്ത് ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചു. അതിനുശേഷം അദ്ദേഹം മാറി നിന്നു. അനവധി ആളുകൾ അതുവഴിയായി കടന്നുപോയി. ചില ആളുകൾ അത് ശ്രദ്ധിക്കാതെ പോയി. മറ്റു ചില ആളുകൾ കടന്നു വന്നു അത് ഉരുട്ടി മാറ്റുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ട് അവർ കഴിയാത്തതുകൊണ്ട് അവരും മാറിപ്പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ തലയിൽ ഒരു ചുമടുമായിട്ട് ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം ആ ചുമട് തറയിൽ വെച്ചു. ശേഷം അദ്ദേഹം പറഞ്ഞു, ഇത് അനവധി ആളുകൾക്ക് തടസ്സമായി നിൽക്കുന്നതെന്നാണ്. അദ്ദേഹം സ്വപ്രയത്നം കൊണ്ട് ആ കല്ല് പതുക്കെ പതുക്കെ ഉരുട്ടി അപ്പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം അദ്ദേഹം ആ കല്ലിരുന്ന സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ ഒരു ചെറിയ കിഴിക്കെട്ട് കണ്ടു. അദ്ദേഹം അത് തുറന്നു നോക്കി. അതിനകത്ത് വിലപിടിപ്പുള്ള രത്നങ്ങളായി. ഒരു പേപ്പറിൽ ഒരു എഴുത്തും അദ്ദേഹം കണ്ടു. അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയത്: ഈ കല്ല് മാറ്റിയ ആൾക്ക് ഇത് സ്വന്തമാണ്. നോക്കുക, കഷ്ടത നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ട്. എന്നാൽ കഷ്ടതയുടെ പിന്നിൽ ഒരു നന്മയും ഉണ്ട്. ദൈവവചനം പറയുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കുന്നുണ്ട്. യോസഫിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അനവധി കല്ലുകളുണ്ടായിരുന്നു. അദ്ദേഹം അതെല്ലാം ദൈവാശ്രയത്തിൽ മാറ്റുവാനായിട്ട് ഇടയായി തോന്നി. അതിൻ്റെ പിന്നിൽ അദ്ദേഹം മന്ത്രിയായി മാറി. ദാവീദിൻ്റെ അപ്പനും അമ്മയും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. എല്ലാം തനിക്ക് പ്രതികൂലമായി മാറി. അപ്പോഴത്തേക്ക് ദൈവം ഒരു രാജസ്ഥാനം ഒരുക്കി വെച്ചു. ഇങ്ങനെ അനവധി ഭക്തന്മാരുണ്ട്. കഷ്ടതയിലൂടെ കടന്നുപോയതിനു ശേഷം അവരെല്ലാം നന്മ അനുഭവിപ്പാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിപ്പാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരുമ്പോൾ അതിൻ്റെ പിന്നിലൊരു നന്മ ദൈവം വെളിപ്പെടുത്തും. കഷ്ടതയില്ലാതെ ഒരു നന്മ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കഷ്ടതയ്ക്കപ്പുറം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ഓരോരുത്തരെയും കഷ്ടതയ്ക്ക് പിന്നിൽ ഒരു നന്മ വെളിപ്പെടുന്നുണ്ട്. ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിനും തോന്നാത്ത വിധത്തിൽ ദൈവം നമുക്ക് വേണ്ടി നന്മ കരുതി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നാം ഒരിക്കലും ചഞ്ചലിച്ചു പോകരുത്. എന്നെ ദൈവം മറന്നു കളഞ്ഞു എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക നന്മ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് കഷ്ടതയിൽ പ്രശംസിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.